മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയെന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ആവർത്തിച്ച് കത്ത് നൽകിയതാണ്. മൊഴി നൽകിയ ആരെങ്കിലും പരാതി നൽകിയാൽ മുഖം നോക്കാതെ നിയമ നടപടി ഉണ്ടാകും. സിനിമാ മേഖലയിൽ കുറ്റം ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച സംസ്ഥാനമാണ് കേരളം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മൊഴി നൽകിയവരുടെയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെയും സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ്. ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. മൊഴി നൽകിയ ആരെങ്കിലും പരാതി നൽകാൻ തയ്യാറായാൽ എത്ര പ്രമുഖനായാലും നിയമ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകും. എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും. അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല. സംസ്ഥാനത്ത് സിനിമാ നയം ഉടനെ രൂപീകരിക്കും. ഇതിനായി ഷാജി എൻ കരുൺ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.